ടി വി കണ്ടുപിടിച്ചത് ജോൺ ലോഗി ബിയേർഡ് എന്ന് പറയുന്ന ജോൺ ബേർഡാണ് ടി വി കണ്ടുപിടിച്ചതെന്ന് പഠിച്ചു. പിന്നീട് കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഡോളി എന്ന ആട്ടിൻകുട്ടിയെ സൃഷ്ടിച്ചുകൊണ്ട് ക്ലോണിംഗ് ഉണ്ടാക്കിയത് ഇയാൻ വിൽമുട്ട് എന്ന ശാസ്ത്രജ്ഞനാണെന്ന് പഠിച്ചു. അതിനുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വെസ്റ്റ് സൈഡ് പേപ്പേഴ്സ് എന്ന പ്രസിദ്ധീകരണം നടത്തിയ ആ രണ്ട് സഹോദരന്മാർ ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും ചേർന്ന് വിമാനം കണ്ടുപിടിച്ചു എന്നൊക്കെ പഠിച്ചു. ഈ പഠിച്ചതൊക്കെ അന്ന് പലയിടങ്ങളിലൊക്കെ പറയുകയും ചെയ്തു. പിന്നീട് ഇപ്പോഴൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങളൊക്കെ കൃത്യമായി പലരും പഠിപ്പിച്ചു തന്നപ്പോഴാണ് തിരിച്ചറിവ് വന്നത് ഞാൻ പഠിച്ചതൊക്കെ തെറ്റായിരുന്നു. ടി വി കണ്ടുപിടിച്ചത് ഒരു പഴയ മരകോവണി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് തൻ്റെ മുറിക്കുള്ളിൽ വെച്ചിരുന്ന ക്യാമറയിൽ മുന്നിൽ കാണുന്ന സൂര്യകാന്തി പൂവിൻ്റെ ചിത്രം തൊട്ടടുത്ത മുറിയിലെ ചതുരപ്പെട്ടിയിൽ തെളിഞ്ഞപ്പോൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടിയ ജോൺ ബേർഡ് ആയിരുന്നില്ല എന്ന്. പടിയിറങ്ങി പുറത്തേക്ക് വന്നപ്പോൾ തെരുവിൽ കണ്ട വില്യം ടെൻഡൻ എന്ന തെരുവ് ബാലൻ്റെ കൈപിടിച്ച് മുകളിലേക്ക് നയിച്ച് ആ ക്യാമറയുടെ മുന്നിൽ എന്തെങ്കിലും കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഭിക്ഷയാചിച്ചത് ആ ചതുരപ്പെട്ടിയിൽ തെളിഞ്ഞു കണ്ടപ്പോൾ ലോകത്തിലാദ്യമായി ടെലിവിഷൻ ഞാൻ കണ്ടുപിടിച്ചു എന്ന അഭിമാനം കൊണ്ട ജോൺ ബേർഡാണ് ടി വി കണ്ടുപിടിച്ചത് എന്നൊക്കെ ഞാൻ പഠിച്ച അറിവുകൾ തെറ്റായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പിന്നീട് ഒരുപാട് കാലമെടുത്തതിന് ശേഷമാണ് നിങ്ങളെപ്പോലെ ഞാനും പഠിച്ചത്. ടി വി കണ്ടുപിടിച്ചത് ഇവരാരും ആയിരുന്നില്ല. ധൃതരാഷ്ട്രർക്ക് യുദ്ധം വർണ്ണിച്ചു കൊടുക്കുവാൻ വേണ്ടി സഞ്ജയനാണ് ടി വി കണ്ടുപിടിച്ചത് എന്ന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പിന്നീട് പഠിപ്പിച്ചപ്പോഴാണ് നമ്മുടെ അറിവുകളൊക്കെ തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി. അതുപോലെ ഇയാൻ വിൽമുട്ട് റോസ്ലിൻ സാങ്കേതിക സ്ഥാപനം ആരോഗ്യ സ്ഥാപനത്തിൻ്റെ ലാബറട്ടറിയുടെ സഹായത്തോടുകൂടി ഡോളി എന്ന ആട്ടിൻകുട്ടിയെ വികസിപ്പിച്ചെടുത്തതാണ് ചരിത്രത്തിലെ ആദ്യത്തെ ക്ലോണിംഗ് എന്ന് പഠിച്ചു. അതൊക്കെ പലയിടങ്ങളിലും പറഞ്ഞു. പിന്നീട് ഈ ഇടക്കാലത്ത് സത്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചെവിട്ടിൽ സ്വയം അടിച്ചു. എന്തൊരു മണ്ടത്തരമാണ് ഞാൻ പഠിച്ചു വെച്ചത്. ഇതൊന്നും ഇയാൻ വിൽമുട്ട് കണ്ടുപിടിച്ചതല്ല, മറിച്ച് മൂക്കിൽ തുമ്പിക്കൈ ഒട്ടിച്ചു വെച്ച ഗണപതിയായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ക്ലോണിംഗ് കണ്ടുപിടിച്ചത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞപ്പോഴാണ് അറിവ് ഇല്ല എന്ന് മനസ്സിലാക്കി. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സേ അല്ല, മറിച്ച് ഭരദ്വാജ മഹർഷിയായിരുന്നു. അതാണ് രാവണൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നുകൂടി അദ്ദേഹം പറയുകയും കൂടി ചെയ്തപ്പോൾ കൃത്യമായി. പത്രത്താളിൽ പ്രതികരണത്തിൻ്റെ കത്തിമുന കരുതിയ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഏറാൻ മൂളിയായ ദിവാൻ്റെ അധികാര ധാർഷ്ട്യത്തിനെതിരെ അക്ഷരകഠാരയൊരുക്കാൻ കഴിഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഏരിയ സമ്മേളനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ സായാഹ്ന സാംസ്കാരിക സെമിനാറിന് അധ്യക്ഷം വഹിക്കുന്ന സഖാവ് സാദത്ത് അടക്കം ഏരിയ സെക്രട്ടറി സഖാവ് ശ്രീകുമാറും നഗരസഭാ അധ്യക്ഷൻ ശ്രീ രാജ്മോഹനും അടക്കം ഈ വേദിയിലുള്ള ആദരണീയരായ സഖാക്കളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവർ, നമ്മുടെ വിഷയം വർത്തമാനകാല ഭാരതം, അറിവും മാനവികതയും എന്നതാണ്. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്ന അറിവൊന്നും എനിക്കുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ എനിക്കില്ല. മാത്രമല്ല, ഇന്ത്യയിൽ നമ്മളൊക്കെ പറയുന്നത്, നമ്മളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് പലതും അറിവുകേടുകളുമാണ്. കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് വായിക്കാൻ താല്പര്യമുണ്ടായിരുന്നു, ഇപ്പോഴും താല്പര്യമുണ്ട്. പക്ഷെ അന്നൊക്കെ വായിച്ചതിലെല്ലാം ഒരുപാട് വിഡ്ഢിത്തങ്ങളുണ്ടല്ലോ. അതൊക്കെ ജീവിതത്തിൽ പലരോടും പറഞ്ഞത് തെറ്റായിപ്പോയല്ലോ എന്ന് വേദനയോടെ, വൈഷമ്യത്തോടെ തിരിച്ചറിയുന്ന ഒരു ഭാരതീയനാണ് നിങ്ങളെപ്പോലെ ഞാൻ. കാരണം അന്നൊക്കെ ഈ പൊതുവിജ്ഞാനത്തിൽ തൽപരനായിരുന്നത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ടി വി കണ്ടുപിടിച്ചത് ജോൺ ലോഗി ബിയേർഡ് എന്ന് പറയുന്ന ജോൺ ബേർഡാണ് ടി വി കണ്ടുപിടിച്ചതെന്ന് പഠിച്ചു. പിന്നീട് കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഡോളി എന്ന ആട്ടിൻകുട്ടിയെ സൃഷ്ടിച്ചുകൊണ്ട് ക്ലോണിംഗ് ഉണ്ടാക്കിയത് ഇയാൻ വിൽമുട്ട് എന്ന ശാസ്ത്രജ്ഞനാണെന്ന് പഠിച്ചു. അതിനുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വെസ്റ്റ് സൈഡ് പേപ്പേഴ്സ് എന്ന പ്രസിദ്ധീകരണം നടത്തിയ ആ രണ്ട് സഹോദരന്മാർ ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും ചേർന്ന് വിമാനം കണ്ടുപിടിച്ചു എന്നൊക്കെ പഠിച്ചു. ഈ പഠിച്ചതൊക്കെ അന്ന് പലയിടങ്ങളിലൊക്കെ പറയുകയും ചെയ്തു. പിന്നീട് ഇപ്പോഴൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങളൊക്കെ കൃത്യമായി പലരും പഠിപ്പിച്ചു തന്നപ്പോഴാണ് തിരിച്ചറിവ് വന്നത് ഞാൻ പഠിച്ചതൊക്കെ തെറ്റായിരുന്നു. ടി വി കണ്ടുപിടിച്ചത് ഒരു പഴയ മരകോവണി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് തൻ്റെ മുറിക്കുള്ളിൽ വെച്ചിരുന്ന ക്യാമറയിൽ മുന്നിൽ കാണുന്ന സൂര്യകാന്തി പൂവിൻ്റെ ചിത്രം തൊട്ടടുത്ത മുറിയിലെ ചതുരപ്പെട്ടിയിൽ തെളിഞ്ഞപ്പോൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടിയ ജോൺ ബേർഡ് ആയിരുന്നില്ല എന്ന്.
പടിയിറങ്ങി പുറത്തേക്ക് വന്നപ്പോൾ തെരുവിൽ കണ്ട വില്യം ടെൻഡൻ എന്ന തെരുവ് ബാലൻ്റെ കൈപിടിച്ച് മുകളിലേക്ക് നയിച്ച് ആ ക്യാമറയുടെ മുന്നിൽ എന്തെങ്കിലും കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഭിക്ഷയാചിച്ചത് ആ ചതുരപ്പെട്ടിയിൽ തെളിഞ്ഞു കണ്ടപ്പോൾ ലോകത്തിലാദ്യമായി ടെലിവിഷൻ ഞാൻ കണ്ടുപിടിച്ചു എന്ന അഭിമാനം കൊണ്ട ജോൺ ബെയർഡാണ് TV കണ്ടുപിടിച്ചത് എന്നൊക്കെ ഞാൻ പഠിച്ച അറിവുകൾ തെറ്റായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പിന്നീട് ഒരുപാട് കാലമെടുത്തതിന് ശേഷമാണ് നിങ്ങളെപ്പോലെ ഞാനും പഠിച്ചത്. TV കണ്ടുപിടിച്ചത് ഇവരാരും ആയിരുന്നില്ല. ധൃതരാഷ്ട്രർക്ക് യുദ്ധം വർണ്ണിച്ചു കൊടുക്കുവാൻ വേണ്ടി സഞ്ജയനാണ് TV കണ്ടുപിടിച്ചത് എന്ന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പിന്നീട് പഠിപ്പിച്ചപ്പോഴാണ് നമ്മുടെ അറിവുകളൊക്കെ തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി. അതുപോലെ ഇയാൻ വിൽമുട്ട് റോസ്ലിൻ സാങ്കേതിക സ്ഥാപനം ആരോഗ്യ സ്ഥാപനത്തിൻ്റെ ലാബറട്ടറിയുടെ സഹായത്തോടുകൂടി ഡോളി എന്ന ആട്ടിൻകുട്ടിയെ വികസിപ്പിച്ചെടുത്തതാണ് ചരിത്രത്തിലെ ആദ്യത്തെ ക്ലോണിംഗ് എന്ന് പഠിച്ചു. അതൊക്കെ പലയിടങ്ങളിലും പറഞ്ഞു. പിന്നീട് ഈ ഇടക്കാലത്ത് സത്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചെവിട്ടിൽ സ്വയം അടിച്ചു. എന്തൊരു മണ്ടത്തരമാണ് ഞാൻ പഠിച്ചു വെച്ചത്. ഇതൊന്നും ഇയാൻ വിൽമുട്ട് കണ്ടുപിടിച്ചതല്ല, മറിച്ച് മൂക്കിൽ തുമ്പിക്കൈ ഒട്ടിച്ചു വെച്ച ഗണപതിയായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ക്ലോണിംഗ് കണ്ടുപിടിച്ചത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞപ്പോഴാണ് അറിവ് ഇല്ല എന്ന് മനസ്സിലാക്കി. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സേ അല്ല, മറിച്ച് ഭരദ്വാജ മഹർഷിയായിരുന്നു. അതാണ് രാവണൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നുകൂടി അദ്ദേഹം പറയുകയും കൂടി ചെയ്തപ്പോൾ കൃത്യമായി. ഇപ്പം പിന്നെ ഈ 2019 സത്യം പറഞ്ഞാൽ ബേബി സഖാവിനെ കാണാൻ വേണ്ടി ഇരിക്കുക. 2019 കോവിഡ് വരുന്നതിന് മുമ്പ് ഓസ്ട്രേലിയയിലെ നവോദയ എന്ന പുരോഗമന കലാ സാംസ്കാരിക സംഘടനയുടെ ഓസ്ട്രേലിയയിലെ വിവിധ നഗരങ്ങളിലെ ഉദ്ഘാടന പരിപാടിയിൽ പ്രസംഗവും ലൈവ് അശ്വമേധവും ഒക്കെയായി ശ്രീ MA ബേബിയോടൊപ്പം പങ്കെടുത്തത് ഞാനാണ്. അന്ന് അവിടെ വെച്ച് ഓസ്ട്രേലിയയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ സംസാരിച്ചപ്പോൾ ബേബി സഖാബ് എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഈ ഇടയ്ക്ക് ഇവരൊക്കെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഓസ്ട്രേലിയ ഉണ്ടായത് തന്നെ പണ്ട് പഞ്ചപാണ്ഡവർ അസ്ത്രങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഏലയാണ് ഓസ്ട്രേലിയയായി മാറിയത് എന്ന് സംഘപരിവാറിൻ്റെ പ്രമുഖരായ നേതാക്കൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ അറിവില്ലാത്തവരാണ്. നമ്മളൊക്കെ പഠിച്ചു വെച്ച അറിവുകളെല്ലാം തിരുത്തപ്പെടേണ്ടി വരുന്ന ഒരു കാലത്തിൽ നമ്മൾ പഠിച്ചു വെച്ച അറിവുകൾ, നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്ന അറിവുകൾ ഓർമ്മിക്കാൻ മാത്രമേ ഈ വൈകുന്നേരം പ്രയോജനപ്പെടുന്നുള്ളൂ എന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ആ ഖേദം ആദ്യം പങ്കുവയ്ക്കട്ടെ. അറിവ് എന്ന വാക്കിന് വർത്തമാനകാല ഭാരതത്തിലല്ല ലോകത്തിലെവിടെയും വ്യത്യസ്തമായ ഒരു മുഖമുണ്ട്. ആ മുഖം ഇൻഫർമേഷനും നോളജും തമ്മിലുള്ള വ്യത്യാസമാണ്. വിവരം, അറിവ് ഇത് രണ്ടും രണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും വിസ്മരിക്കപ്പെടുകയും സവർക്കർ ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അറിവും വിവരവും തമ്മിലുള്ള ഈ വ്യത്യാസം ആരംഭിക്കുന്നത് തന്നെ ആരാണ് ഗാന്ധിജി എന്ന ചോദ്യത്തിലാകണം ഇന്ത്യയിൽ. ഭാരതീയ കാലത്തിലുള്ള ഭാരതീയ തലത്തിലുള്ള ഒരു വൈജ്ഞാനിക ചിന്ത മനസ്സിലുടരുമ്പോൾ സ്വാഭാവികമായും ആധുനിക കാലഘട്ടത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങും. ആരാണ് ഗാന്ധിജി എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എവിടെയാണ് ഗാന്ധിജി ജനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, എന്നാണ് ഗാന്ധിജി ജനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പിറന്നത് 869 ഒക്ടോബർ 2 പോർബന്തറിലാണ് ജനിച്ചത് എന്ന് ധരിച്ചു വെച്ചാകുന്ന അതുമാത്രമാണ് ഗാന്ധിജി എന്ന് മനസ്സിലാക്കുന്ന ഒരു ഭരണരീതി ഈ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളതിലാണ് ഈ രാജ്യത്തിൻ്റെ അറിവ് നേരിടുന്ന അപകടം. അതുകൊണ്ടാണ് ജോൺ ബേർഡിന് പകരം അവിടെ സഞ്ജയനും, റൈറ്റ് ബ്രദേഴ്സിന് പകരം ഭരദ്വാജനും, ഇയാൻ വിൽമുട്ടിന് പകരം ഗണപതിയും ഉണ്ടാകും. ഗാന്ധിജി ജനിച്ചത് പോർബന്തറിലാണ്, ഒക്ടോബർ 2 എന്ന് നമുക്കും അറിയാം. അത് നമ്മൾ പക്ഷേ പരീക്ഷയ്ക്ക് അരമാർക്ക് കിട്ടാനോ ഒരു ക്വിസ് മത്സരത്തിന് ഉത്തരം എഴുതാനോ മാത്രമേ നമ്മൾ പറയൂ. കാരണം അത് ഇൻഫർമേഷനാണ്, വിവരമാണ്. എന്നാൽ ഗാന്ധിജി ജനിച്ചത് എവിടെയെന്ന് നമ്മളോട് ചോദിച്ചാൽ അറിവാണ് ഉത്തരമായി പറയേണ്ടതെങ്കിൽ നമ്മൾ പറയും ഗാന്ധിജി ജനിച്ചത് 869 ഒക്ടോബർ 2 പോർബന്തറിലുമല്ല. ഗാന്ധിജി ജനിച്ചത് 1893 അദ്ദേഹത്തിൻ്റെ 24ാമത്തെ വയസ്സിൽ ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മെരീസ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ 1ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും നിറം കറുപ്പായി പോയതുകൊണ്ടൊരു വെള്ളക്കാരൻ ഇടങ്കാലുകൊണ്ട് പുറത്തേക്ക് തൊഴിച്ചെറിഞ്ഞ മുഹൂർത്തത്തിൽ നിറത്തിൻ്റെ പേരിൽ മനുഷ്യനെ വിവേചിക്കുന്നതിനെതിരെ പ്രതികരിക്കാൻ, പ്രതിരോധിക്കാൻ ഉറച്ചതും ഉറപ്പിച്ചതുമാകണം തൻ്റെ ജീവിതമെന്ന് ശപഥം ചെയ്ത ആ മുഹൂർത്തത്തിലാണ് മോഹൻദാസ് കരംചന്ദ് മരിച്ചതും അവിടെ ഗാന്ധിജി ജനിച്ചതും എന്ന് തിരിച്ചറിയുന്ന അറിവിനെ സ്വീകരിക്കുന്ന ഒരു ജനതയുടെ അറിവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നത്. ആ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ദിവസം ഈ വൈകുന്നേരം ഒരല്പനേരം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിന് മുൻപായി ഏറ്റവും പുതിയ ലഭിച്ച അറിവുകളിൽ ഒന്ന് പങ്കുവയ്ക്കാം. അത് മാധ്യമങ്ങളുടെ ചർച്ചകളിലൊന്നും ഞാൻ അറിവ് കണ്ടില്ല. നോർവേ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം, ഒരു സ്കാൻഡിനേവിയൻ രാജ്യമാണ്. ഡെൻമാർക്കും നോർവേയും സ്വീഡനും കുറേയൊക്കെ ഫിൻലൻഡും ഒക്കെ അടങ്ങുന്ന സ്കാൻഡിനേവിയ. നോർവേ എന്ന് പറയുന്നത് ഒരു ഡെവലപ്ഡ് രാജ്യമാണ്, വികസിതമായ രാജ്യമാണ്, ജനസംഖ്യാ വർധനവ് അണ്ടർ പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ്.
ബുദ്ധിമുട്ടില്ലാത്ത, പട്ടിണിയില്ലാത്തൊരു രാജ്യമാണ്, സമൃദ്ധിയുള്ള രാജ്യമാണ്. ആ രാജ്യത്തിലെ ഒരു ടാബ്ലോയിഡിൽ ഒരു വാർത്ത വന്നു. സീ ദ കൾച്ചർ ഓഫ് യൂത്ത് എന്നാണ് ആ വാർത്ത. യുവതയുടെ സംസ്കാരം കാണൂ എന്നാണ് ആ വാർത്തയുടെ താഴെ. നോർവേയിലെ യുവതയോട്, നോർവേയിലെ യൂത്ത് കൂട്ടായ്മകളോട് യുവതയുടെ സംസ്കാരത്തിന് നിങ്ങൾ ഇത് മാതൃകയാക്കൂ എന്ന പത്രവാർത്തയിൽ അഭ്യർത്ഥിക്കുന്നു. എന്താണ് വർത്തമാനകാല ഭാരതത്തിലെ പ്രത്യാശാജനകമായ അറിവുകൾ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി വേണം വേദനിപ്പിക്കുന്ന അറിവുകളിലേക്ക് കടക്കാൻ എന്നുള്ളത് കൊണ്ടാണ് ഈ വാർത്തയിൽ ഈ അറിവിൽ തുടങ്ങാം എന്ന് കരുതി. ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും കുറച്ചിന്നു ഞാൻ നിന്നോട് ചൊല്ലാം, ഒത്ത നടുവിൽ നിന്ന് അപ്പോഴോരോന്നായി ബാക്കി നീ പിന്നീട് അറിയും എന്ന് കടമനിട്ട് എഴുതിയതുപോലെ ഒത്തിരി കാര്യങ്ങളിൽ ആദ്യത്തേത് ഇത് തന്നെയാകണം എന്നെനിക്ക് തോന്നിയതും അതുകൊണ്ട് തന്നെ. അത് യുവതയുടെ സംസ്കാരം കാണൂ, സീ ദ കൾച്ചർ ഓഫ് യൂത്ത് എന്ന നോർവീജിയൻ ടാബ്ലോയിഡിൽ വന്ന, ഇവിടുത്തെ അല്ല, കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ അല്ല, നോർവേയിലെ ടാബ്ലോയിഡിൽ വന്ന ആ വാർത്തയിൽ ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യ 10,95,86,537 എന്ന സംഖ്യയാണ്. ആ വാർത്തയിൽ എഴുതിയിരിക്കുന്നു, വികസിതമായ അണ്ടർ പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ലാത്ത സ്കാൻഡിനേവിയൻ രാജ്യമായ നോർവേയിലെ ടാബ്ലോയിഡിൽ ആ നാട്ടിലെ യുവതയ്ക്ക് ഈ സംസ്കാരമാണ് നിങ്ങൾ അറിവിന്റെ സംസ്കാരമാക്കി സ്വീകരിക്കേണ്ടത് എന്ന് ആ രാജ്യത്തിലെ മാധ്യമങ്ങൾ ആ രാജ്യത്തിലെ യുവതയോട് ആവശ്യപ്പെടുന്ന ആ വാർത്തയുടെ സാരാംശം 10,95,86,537 എന്ന സംഖ്യയാണ്. ആ സംഖ്യയുടെ വിശദീകരണമായി എന്താണ് ആ സംഖ്യയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവർ പറയുന്നു, ഒരു നാട് വല്ലാത്ത പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ ഏഷ്യയിൽ, ഇന്ത്യയിൽ, അതിൻ്റെ തെക്കു പടിഞ്ഞാറരികിൽ കേരളം എന്ന സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ 5000-ൽ പരം ടൺ ഇരുമ്പ് മാലിന്യങ്ങളും 6.5 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ശേഖരിച്ചുകൊണ്ട് ആ നാട്ടിലെ ഒരു യുവജന പ്രസ്ഥാനം ആ നാടിൻ്റെ കൈത്താങ്ങാകുവാൻ വേണ്ടി റീസൈക്കിൾ കേരള എന്നൊരു സങ്കല്പത്തിലൂടെ നാടിന് സമാഹരിച്ച തുകയുടെ പേരാണ് 10,95,86,537 രൂപ. ആ പ്രസ്ഥാനത്തിന്റെ പേര് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ DYFI എന്നാണ് എന്ന് നോർവേയിലെ ഒരു പത്രം എഴുതി കാണിച്ചിട്ട് പറയുന്നു, സീ ദ കൾച്ചർ ഓഫ് യൂത്ത്, നോക്കൂ ഈ യുവതയുടെ സംസ്കാരമെന്ന്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ചാനൽ ചർച്ചയിൽ ഈ വാർത്ത വന്നതോ ഇതിനെക്കുറിച്ചൊരു ചർച്ച നടത്തിയതോ കണ്ടില്ല. കഴിഞ്ഞ ദിവസം DYFIയുടെ അമരക്കാരനായി മാറിയ പ്രിയപ്പെട്ട സുഹൃത്ത് സഖാവ് VK സനോജിനോട് ഞാൻ പോയ ദിവസം അത് പറയുകയും ചെയ്തു, ഇതൊന്നും ആരും ചർച്ച ചെയ്തില്ലല്ലോ സനോജ്. അപ്പം അങ്ങനെ അത്തരം പ്രത്യാശാജനകമായ വാർത്തകളിലൂടെ വേണം നമ്മളൊരു വൈകുന്നേരം ആരംഭിക്കാൻ. എന്തിനാ നമ്മൾ ഒരുപാടുള്ളത് നൊമ്പരത്തിൻ്റെയും കണ്ണീരിൻ്റെയും കാര്യങ്ങളാണെങ്കിലും ആ ദിവസം ആരംഭിക്കുമ്പോൾ അതൊക്കെ മാത്രം പറഞ്ഞു തുടങ്ങുന്നത് എന്തിന്? ചർച്ച ചെയ്യപ്പെടാത്ത വേറെയും അറിവുകളുണ്ട്. വർത്തമാനകാല ഭാരതത്തിലെ ചില അറിവുകളിൽ ഒന്ന് രേണുകയെക്കുറിച്ചുള്ള അറിവാണ്. രേണുക അതൊക്കെ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വേണമെങ്കിൽ അതൊക്കെ ഗുണപരമായ കാര്യങ്ങളാണ്, ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ സമയം ആശയപരമായി ഉണർവ് നൽകിക്കൊണ്ട് സമയം അപഹരിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയും. രേണുകയെക്കുറിച്ച് ചർച്ച ചെയ്താൽ, രേണുക എന്ന് പറയുന്ന സ്ത്രീ കർണാടകക്കാരിയാണ്. കർണാടകത്തിൽ കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം നമുക്കറിയാം. പിറന്നു വീഴുന്ന പെൺകുട്ടി ശരീരത്തിൻ്റെ അളവുകൾക്കനുസരിച്ച് മാത്രം വിലയുള്ളവളായി മാറുന്ന ദേവദാസി സമ്പ്രദായം നിലനിന്നിരുന്ന കർണാടകത്തിൻ്റെ പാരമ്പര്യം. കർണാടകത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം അവസാനിപ്പിക്കുവാൻ മാംസമായി മാത്രം പെണ്ണിനെ കാണുന്ന കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുവാൻ തീരുമാനിച്ച് ദേവദാസി സമ്പ്രദായത്തിനെ നിരോധിക്കുവാൻ വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളുടെ നടുവിൽ നിന്ന നായികയുടെ പേരാണ് രേണുക. രേണുകാമ്മ എന്നാണ് അവർ വിളിക്കപ്പെട്ടിരുന്നത്. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കുക മാത്രമല്ല, വിമുക്തരായ ദേവദാസികൾക്ക് പെൻഷൻ നൽകുവാനുള്ള പരിപാടികൾ വരെ നടത്താൻ കഴിഞ്ഞു രേണുക എന്ന സ്ത്രീക്ക്. അവരുടെ പേര് രേണുക അമ്മ എന്നാണ് വിളിക്കുന്നത്. രേണുക, അതൊന്ന് ഓർത്തോളൂ. രണ്ടാമതൊരറിവ് ലീലാവതി എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ചാണ്. ലീലാവതി എന്ന് പറയുന്ന സ്ത്രീ തമിഴ്നാട്ടിലെ വില്ലുപുരം എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വെള്ളം കിട്ടാതെ മരിച്ച സ്ഥലമാണ് ഇന്ത്യയിൽ. കുടിവെള്ളമില്ലാതെ മരിച്ചുപോയ ആളുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് കുടിവെള്ളത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭ സമരങ്ങളുടെ മുൻനിരയിൽ നിന്ന് നയിച്ച് അവിടുത്തെ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ആ നാട്ടിൽ ജനങ്ങൾക്ക് കുടിവെള്ളം, ശുദ്ധജലം ഉറപ്പുവരുത്തി ആ നാട്ടിലെ വരൾച്ച, വെള്ളം കിട്ടാതെ മരിച്ച ആത്മാവുകൾക്ക് പുനർജന്മം, അവരുടെ സ്വപ്നങ്ങൾ പങ്കിടുന്ന പിൻതലമുറയ്ക്ക് കുടിവെള്ളം നൽകിക്കൊണ്ട് സമ്മാനിച്ച ലീലാവതി. കുറച്ചു ദിവസം കൊണ്ട് തന്നെ അവർ കൊല്ലപ്പെട്ടു. ജലമാഫിയയും മറ്റ് ദുരധികാരങ്ങളുടെ വക്താക്കളും അവരെ കൊല്ലുകയും ചെയ്തു. മൂന്നാമതൊരു സ്ത്രീയുടെ പേര് വൃന്ദാ സാഹ്നി എന്നാണ്. വൃന്ദാ സാഹ്നി ബീഹാറിലാണ്. ബീഹാറിൽ സ്വന്തം വസ്തുക്കൾ മുഴുവൻ ഭൂവുടമകൾ അപഹരിച്ചപ്പോൾ ഇടമില്ലാതെ പോയ, ഇരിക്കാനോ ഉറങ്ങാനോ കിടക്കാനോ സ്വപ്നം കാണാനോ കൃഷി ചെയ്യാനോ ആശ്രയമാകാനോ ഇടമില്ലാതെ പോയ, കിടപ്പാടം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്കു വേണ്ടി സമരപോരാട്ടങ്ങൾ നയിച്ച് നായകസ്ഥാനത്ത് നിന്നെത്തിയ വൃന്ദാ സാഹ്നി. വളരെ ആക്സിഡൻ്റൽ കോയിൻസിഡൻസ് എന്നോണം ഇന്നത്തെ ഈ ദിവസം മറ്റൊരാളിൻ്റെ പേര് ഓർമ്മ വരുന്നത് ബൽവന്ത് സിംഗ് എന്നാണ്.
ബൽവന്ത് സിംഗിന് ശൗര്യചക്ര പുരസ്കാരം കിട്ടി. സാധാരണ പട്ടാളക്കാർക്കാണ് ഈ ശൗര്യചക്ര പുരസ്കാരം കിട്ടുന്നത്. പക്ഷെ പട്ടാളക്കാരനല്ലാതെ ശൗര്യചക്ര പുരസ്കാരം കിട്ടിയ ആളാണ് ബൽവന്ത് സിംഗ്. ബൽവന്ത് സിംഗ് ഖാലിസ്ഥാൻ പ്രക്ഷോഭകാരികൾ, രാജ്യത്തിനെ വെട്ടിമുറിക്കുവാനൊരുങ്ങിയ ഖാലിസ്ഥാൻ പ്രക്ഷോഭകാരികളോട് 22ഓളം തവണ നിരന്തരമായി ഏറ്റുമുട്ടിയ, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി പോരാടിയ സാധാരണക്കാരനായ മനുഷ്യനാണ്. പണ്ട് ശൗര്യചക്ര പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 2020 ഒക്ടോബർ 18 ബൽവന്ത് സിംഗ് കൊല്ലപ്പെട്ടത്. ഇവരൊന്നും ഇന്നത്തെ അറിവിടങ്ങളിൽ പെടുന്നില്ല. ഇവരൊന്നും ചർച്ചകളിലെ വൈജ്ഞാനികതയിൽ പെടുന്നില്ല. ഇവരാരും ഇന്ത്യയിലെ യുവാക്കളുടെ ഇൻഫർമേഷന്റെ ഇടങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നും ഇല്ല. ദേവദാസി സമ്പ്രദായം നിരോധിക്കുവാൻ ജീവിതം യത്നിച്ച രേണുകാമ്മയ്ക്കും, കുടിവെള്ളത്തിന്റെ രക്തസാക്ഷിയായ തമിഴ്നാട്ടിലെ ലീലാവതിക്കും, ബീഹാറിലെ വൃന്ദാ സാഹ്നിക്കും, ശൗര്യചക്ര അവാർഡ് കിട്ടിയ രക്തസാക്ഷിയായ ബൽവന്ത് സിംഗിനുമൊക്കെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകത കൊണ്ട് തന്നെ അവരാരും അറിയപ്പെടാൻ ആഗ്രഹിച്ചവരല്ല, അവർക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ്. അവരെല്ലാം ഒരു പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയുടെയും ഭാരവാഹികളായിരുന്നു. ആ പ്രസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ്.